ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീ സക്സസ് കോഡ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്കമിങ് ആയിട്ടുള്ളൊരു PSC എക്സാമിനെ കുറിച്ചിട്ടാണ്. അതായത് 2019 തുടക്കത്തിൽ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് PSC പുറത്തിറക്കിയിട്ടുണ്ട്. 165ഓളം വേക്കൻസീസിലേക്കാണ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2019 എന്ന് പറയുന്നത് എന്താ പറയുക, മാക്സിമം കാൻഡിഡേറ്റ്സിനെ ജോലിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് 2019 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് മാക്സിമം ടൈം പഠിത്തത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 2019 തന്നെ നമുക്ക് നല്ലൊരു സർക്കാർ ജോലിയിൽ കയറാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് VEO എക്സാമിനെ കുറിച്ചിട്ടാണ്. എന്താണ് VEO? കുറേ നമ്മൾ കേൾക്കുന്നു, VEO എക്സാമായി, VEOൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ VEO എന്ന് പറയുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഇപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പോസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സോ 2018 വിളിച്ചതാണ്. അതായത് 2018 ലാസ്റ്റോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2019 ജാനുവരി 30 ആണ്. ജനുവരി മാസം 30-ാം തീയതി വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി എന്തൊക്കെയാണ് VEOൻ്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് VEOയ്ക്ക് ഇത്രയും പബ്ലിസിറ്റി വരുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അതായത് 10th പാസ്സായിട്ടുള്ള ഒരാൾക്ക്, 10th സ്റ്റാൻഡേർഡ് 40% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പം മിനിമം ക്വാളിഫിക്കേഷനാണ് 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ SSLC എന്ന് പറയുന്നത്. ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണെങ്കിലും നോ പ്രോബ്ലം, പ്രശ്നങ്ങളൊന്നുമില്ല. മിനിമം ക്വാളിഫിക്കേഷനാണ് 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. 40% മാർക്കോടുകൂടി SSLC പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് VEO വിളിക്കുന്നത്? റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് VEO എക്സാം വിളിക്കുന്നത്. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ VEO, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള പോസ്റ്റ് ഉള്ളത്. ഈ ജോലി എന്ന് പറയുന്നത് ഓഫീസ് വർക്ക് മാത്രമായിരിക്കില്ല. ഒരു LD ക്ലർക്കിനെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക, ബാക്കിയുള്ള ഓഫീസ് ജോബുകളെ പോലെ ആയിരിക്കില്ല. ഓഫീസ് വർക്കും ഉണ്ടാവും, അതുപോലെ തന്നെ ഫീൽഡ് വർക്കും ഉണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ജോലിയായിരിക്കും VEO ആയിട്ട് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുക. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിക്കുന്നത്. ഓഫീസ് വർക്കും അതുപോലെ തന്നെ ഫീൽഡ് വർക്കും ഉള്ളൊരു ജോലിയാണ് VEO എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ എക്സാം അല്ല. നമുക്കറിയാം സ്റ്റേറ്റ് ലെവൽ എക്സാം ആണെങ്കിൽ വേക്കൻസികളുടെ എണ്ണം കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി, അല്ലേ. ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ വേക്കൻസീസും അതുപോലെ തന്നെ LDC എക്സാമിൻ്റെ വേക്കൻസീസൊക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണെങ്കിൽ വേക്കൻസീസ് കൂടുതലാണ്. കാരണം എന്താ, ഓരോ ഡിസ്ട്രിക്റ്റിലും വേക്കൻസീസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എക്സാമിന് വേക്കൻസീസ് കൂടുതലാണ് കമ്പയർ ടു സ്റ്റേറ്റ് ലെവൽ എക്സാം. അതുപോലെ തന്നെ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ജോലി വേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ഒരു എക്സാമിന് നമുക്ക് വെക്കാൻ പറ്റും. സോ ഡിസ്ട്രിക്ട് ലെവൽ എക്സാമാണ്, ദെൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോലി കിട്ടുക. അതുപോലെ തന്നെ 40% ഓർ മോർ മാർക്ക് ഇൻ SSLC, അതാണ് ക്വാളിഫിക്കേഷൻ. ഇനി പറയുന്നത് ഇതിൻ്റെ സാലറി സ്കെയിലാണ്. നമ്മളൊരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ഏരിയയാണ് സാലറി എന്ന് പറയുന്നത്. 20K to 45K, ഇതാണ് ഇതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത്. 20,000 to 45,000, ഈ ഒരു റേഞ്ചിലായിരിക്കും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് സാലറി ഉണ്ടാവുക. ഇനി ഏജ് ലിമിറ്റ്, ഈ പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര വയസ്സിനുള്ളിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? 19 to 36 ആണ് ഏജ് ലിമിറ്റ്. ഇൻ കേസ് ഓഫ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 19 to 36, 19 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 21/1982 to 11/1999, ഈ 2 ഡേറ്റ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡുമാണ്. സോ ഈ 2 ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. 19 to 36 ഏജ് ലിമിറ്റ് വരുന്നത്. OBC അതുപോലെ തന്നെ SC ST കാറ്റഗറീസ് ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെയും 5 ഇയേഴ്സിൻ്റെ
ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 36 എന്നുള്ളത് 39 ആവും, ഇവിടെ 36 എന്നുള്ളത് 41 ആവും. അപ്പോൾ OBC ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെയും SC/ST ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെയും കൂടി ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം കാറ്റഗറി നമ്പർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ കാറ്റഗറി നമ്പർ, അതായത് നമ്മൾ PSC തുളസി സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. 276/2018 ഇതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. 276/2018. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ്. ദെൻ അതിൻ്റെ സാലറി സ്കെയിൽ വളരെയധികം അട്രാക്റ്റീവ് ആണ്. ദെൻ ഏജ് ലിമിറ്റ് നോക്കുക, ക്വാളിഫിക്കേഷൻ നോക്കുക. പിന്നെ മറക്കരുത് 2019 January 30 ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. കാരണം നമ്മൾ അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരിക്കും തോറും നെറ്റ്വർക്ക് വല്ല ബിസി ആവുക അല്ലെങ്കിൽ സെർവർ വല്ല ഡൗൺ ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാവും. സോ കഴിയുന്നതും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.